ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലക്ഷ്മിക്കാൻ. അപ്പോൾ നമ്മൾ ഇന്ന് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരാളെ കാണാനായിട്ട് പോവാണ്. അപ്പം ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം കുറച്ചെങ്കിലും അറിയായിരിക്കും, ഞാൻ ഇന്ന് കുഞ്ചാക്കോ ബോബൻ സാറിനെ കാണാനായിട്ട് പോവാണ്. അപ്പം പ്രത്യേകിച്ച് അധികം പ്ലാനിങ് ഒന്നും ഉണ്ടായിരുന്നില്ല, ഡ്രസ്സൊന്നും എടുക്കാനായിട്ട് പറ്റിയില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ തലേദിവസം ഞാൻ ഒരു മ്യൂസിക്കിൻ്റെ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് സാറിൻ്റെ പുതിയ റീസെൻ്റ് ആയിട്ടുള്ള ഒരു മൂവി, ഒരു ദുരൂഹ സാഹചര്യത്തിൽ ആ ഒരു മൂവിയിലെ ഒരു സോങ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു റീല് പോലെ. അത് ചെയ്തതിന് ശേഷം പിന്നെ അവിടെ ഉള്ള ക്യാമ്പിനെ വിളിച്ച ആ ചേട്ടൻ പറഞ്ഞു, നിങ്ങൾ സെലക്ട് ആയിട്ടുണ്ട്, അതുകൊണ്ട് പിറ്റേ ദിവസം വേഗം ഇങ്ങോട്ടേക്ക് വരാൻ പറ്റുമോ, എറണാകുളത്തേക്ക് വരാൻ പറ്റുമോ, കുഞ്ചാക്കോ ബോബൻ സാറിൻ്റെ ട്രെയിലർ റിലീസിങ് ഉണ്ട് ലുലു മോളിൽ വെച്ചിട്ട്, അപ്പം എല്ലാവരും കൂടി ഡാൻസ് കളിക്കാനാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മൾ അതുകൊണ്ട് തന്നെ ഒരു അത്യാവശ്യം പ്ലാനിങ് ഒന്നും ഉണ്ടായിരുന്നില്ല. വേഗം നമ്മളത് ഡ്രസ്സൊന്നും എടുക്കാൻ പറ്റിയില്ല. ഉള്ള ഡ്രസ്സൊക്കെ ഇട്ട് പിന്നെ നമ്മളത് എറണാകുളത്തേക്ക് നേരെ പോവാണ്. നമ്മൾ ട്രെയിനിലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. രാവിലെയൊക്കെ ഫുഡൊക്കെ കഴിച്ചത് മെട്രോ ഒക്കെ കയറി പിന്നെ നമ്മൾ നേരത്തെ ലുലു മാളിൽ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പം ആദ്യം കുറച്ച് നേരമൊക്കെ ഒന്നും സാർ വന്നിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ ഇച്ചിരി ലേറ്റായി എന്ന് വിചാരിച്ചിട്ടാണ്, പക്ഷേ കറക്റ്റ് ടൈമിൽ നമ്മളവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ചൊക്കെ ആൾക്കാരുണ്ടായിരുന്നു, കാര്യം സാറ് സ്റ്റോറിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് കുറച്ച് പേരല്ല, അത്യാവശ്യം കുറേ പേരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എങ്ങനെ ഇതേ സാറ് വന്നു. നമ്മുടെ പ്രിയപ്പെട്ട സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. നമ്മളെല്ലാവരും വന്നതിന് ശേഷമാണ് സാറ് വന്നിട്ടുണ്ടായിരുന്നത്. ബാക്കിയുള്ളവരൊക്കെ കുറച്ചുകൂടെ നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്കിവിടെ എത്തുന്നവരെ എനിക്കധികം അറിയത്തില്ലായിരുന്നു. ഞാൻ വിചാരിച്ചത് റീലെടുക്കുക പിന്നെ പോവുക, അങ്ങനെ എന്തെങ്കിലും ട്രെയിലറിൻ്റെ പ്രൊമോഷനോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കുന്നതാണ്. എനിക്ക് അറിയില്ലായിരുന്നു കറക്റ്റായിട്ട്. പിന്നെ ഞാനും വേറെ കുറച്ച് കുട്ടികളും കൂടെ ഉണ്ടായിരുന്നു, അവരൊക്കെ സെലക്ട് ആയവരാണ്. അങ്ങനെ വന്നത് സാർ അവിടെ സ്റ്റേജിലൊക്കെ പോയി. ശരിക്കും കഴിഞ്ഞ എൻ്റെ സിനിമ ഓഫീസർ ഓൺ ഡ്യൂട്ടി റിലീസ് ചെയ്ത് കഴിഞ്ഞ് ഒരു വർഷത്തിന് ശേഷമാണ് വീണ്ടും ഒരു സിനിമയായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരാനായിട്ട് സാധിക്കുന്നത്. എല്ലാവർക്കും നമസ്കാരം. ഹലോ, ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു നടത്താൻ കേസോട് കണ്ടതിന് ശേഷം, ആൻഡ്രോയിഡ് കുഞ്ഞപ്പനൊക്കെ കണ്ടതിന് ശേഷം. അപ്പോൾ അത് ഷൂട്ട് നടന്നുകൊണ്ടിരുന്ന സമയത്ത് ആ സീൻ ഷൂട്ട് ചെയ്തത് തൊട്ട് മുന്നേ റിയലായിട്ട് എൻ്റെ കാലൊന്ന് ഫ്രാക്ചറായി. ശരിക്കും കാല് പ്രശ്നമായി. അപ്പോൾ ചെറിയൊരു പൊട്ടലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ശരിക്കും നിറഞ്ഞൊരു കൈയടി കൊടുക്കാം. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് ആണ് നമുക്ക് അറിയേണ്ടതായിട്ടുള്ളത് ഡയറക്ടറിൽ നിന്ന് ആക്ടറിലേക്ക്. സ്നേഹത്തോടെ വീട്ടിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഞങ്ങളുടെ ചുള്ളൻ ചക്കനായിട്ടാണ് വന്നിരിക്കുന്നത്. എല്ലാവർക്കും എൻ്റെ നല്ല നമസ്കാരം. ഇരിക്കുന്നവർക്ക് അടിപൊളി ഉഗ്രം പടമുണ്ട്. ഇത് മിസ് ചെയ്ത് പോകുന്നില്ല. കാരണം ഞാൻ അങ്ങനെ പറയാനുള്ളതാണല്ല, ഈ പടം ഗംഭീരയോടെ വഹിക്കുന്നത്. മൂന്നാമത്തെ സിനിമയിലാണ് ചെയ്യുന്നത്. പടം ഗംഭീരമാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. എല്ലാവരും കാണൂലേ? പൊളിക്കൂലേ? തകർക്കണം നമുക്ക്. ഓക്കെ, താങ്ക് യു. അപ്പോൾ സ്വാഗതം ചെയ്യുകയാണ് ശരണ്യ. നിറഞ്ഞൊരു കൈയടി നമുക്ക് നൽകാം. ഇത് ആക്ച്വലി രതീഷേൻ്റെ കൂടെ ഞാൻ ചെയ്യുന്ന രണ്ടാമത്തെ മൂവിയാണ്. ആദ്യത്തെ സിനിമ ഞാൻ സുഭിഷേൻ്റെ കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു, സുരേഷിൻ്റെയും സുമലതയുടെയും ഹൃദയഹാരിയും പ്രണയകഥ. അങ്ങനെ നമ്മളുടെ ട്രെയിലർ റിലീസിംഗ് ഒക്കെ ചെയ്തു. പിന്നെ അത്യാവശ്യം നല്ല മൂവിയായിട്ട് എനിക്ക് തോന്നി. പക്ഷെ എനിക്ക് കാണാൻ പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അന്ന് വിഷുവിനായിരുന്നു ഇത് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പം ആ ഒരു വിഷുവിൻ്റെ വീക്ക് നമ്മൾ ഫുള്ളായിട്ട് പുറത്തായിരുന്നതുകൊണ്ട് കാണാൻ പറ്റിയില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടോ ഇവിടെ വന്ന് വിളിച്ചെടുക്കണം? ഉറപ്പായിട്ട് പോകാം. അവരെ പഠിപ്പിച്ചോളൂ. അങ്ങനെ ട്രെയിലർ റിലീസിംഗ് ഒക്കെ കഴിഞ്ഞു. ആ ടൈമിലൊക്കെ ഫുള്ള് മേളിലുള്ള കുറച്ച് പേര് ഭയങ്കര ആക്റ്റീവായി നിൽക്കുന്നുണ്ടായിരുന്നു. അത് കണ്ട് സാറ് അവരെ താഴേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു സ്റ്റേജിലോട്ട്. എന്നിട്ട് എല്ലാവരും കൂടെ ഡാൻസൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു. കൂടെ നല്ല രസമുണ്ടായിരുന്നു കാണാനൊക്കെ. എല്ലാവർക്കും സ്റ്റെപ്പൊക്കെ എന്തോ കുറച്ചൊക്കെ പഠിപ്പിച്ചു കൊടുത്ത് ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു.
പിന്നെ ഇതാണ് നമ്മളുടെ ഹീറോയിനെയൊക്കെ സ്റ്റേജ് കളിച്ച് എല്ലാവരും കൂടെ ഡാൻസൊക്കെ കളിച്ച് എനിക്ക് ഹീറോയിനെയൊക്കെ ഭയങ്കര ഇഷ്ടമായി. നല്ല രസമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ബിഹേവിയർ ആണെന്നുണ്ടെങ്കിൽ നല്ല രസമായിരുന്നു എല്ലാവരും. പിന്നെ അതിന് ശേഷമാണ് എല്ലാവർക്കും നമ്മൾ ഈ ഒരു സെലക്റ്റായ കുറച്ച് കുട്ടികൾക്ക് മാത്രമായിട്ട് ഈ ഒരു ഗിഫ്റ്റ് പോലെ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പം എല്ലാവരെയും വിളിച്ച് ഓരോരുത്തരെ വിളിച്ച് ആദ്യം തന്നെയായിരുന്നു വിളിച്ചത്. പിന്നെ ഓരോരുത്തരെ വിളിച്ച് അങ്ങനെ ഓരോരുത്തർക്കൊക്കെ കൊടുത്തു. പിന്നെ എല്ലാവരും സ്റ്റേജിൽ തന്നെ നിന്ന് കുറച്ച് ഡാൻസൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു എല്ലാവരും കൂടിയിട്ട്. ഈ സെലക്റ്റായ കുട്ടികളിൽ എല്ലാവരും ഒന്നും എനിക്കറിയില്ലായിരുന്നു. എന്നാലും ഞാൻ കുറച്ച് പേരെ കണ്ടിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റഗ്രാമിൽ. എല്ലാവരും ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസേഴ്സ് തന്നെയാണ്. അപ്പം ഞങ്ങളെല്ലാവരും കൂടെ ഒരു ഫോട്ടോ എടുത്തു. പിന്നെ എല്ലാവരും ഡാൻസൊക്കെ കളിച്ചു. അപ്പം ഞാൻ ഈ നോക്കി കളിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ സൈഡായിരുന്നില്ല പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ ഈ ഒരു റീൽ എടുക്കുന്ന ടൈമിൽ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ് പഠിച്ചത്. അപ്പോൾ ഞാൻ നോക്കി കളിക്കുകയാണ് സാറിനെ. പിന്നെ ഞാൻ ഇവിടേക്ക് വരുന്ന ടൈമിൽ ഒരു സ്കേർട്ടായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്. ബാക്കി എല്ലാവരും മോഡേൺ ആയപ്പോൾ ഞാൻ മാത്രം കുറച്ച് ട്രഡീഷണൽ ആയോ എന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. എന്നാലും ഞാൻ വിചാരിച്ചു എല്ലാവരും അത്യാവശ്യം ഹെവി ആയിട്ടുള്ള ഇതുപോലത്തെ ഡ്രസ്സൊക്കെ ആയിരിക്കും ഇട്ടിട്ട് വരാമെന്ന്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ ഇട്ടിട്ട് വന്നത്. ഇല്ലെങ്കിൽ ഞാൻ ഏതെങ്കിലും നോർമലായിട്ടൊരു കാഷ്വൽ വെയർ പോലത്തെ എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ട് വരുമായിരുന്നു. ബട്ട് കുഴപ്പമില്ല, അത്യാവശ്യം ഞാൻ മാത്രം കുറച്ച് എടുത്ത് കാണിക്കുന്നുണ്ടായിരുന്നു ഞാൻ മാത്രം സ്കേർട്ടിൽ. എന്നാലും കുഴപ്പമില്ല, കുറച്ച് വെറൈറ്റി ആയിക്കോട്ടെ. അങ്ങനെ ഈ ഒരു ഡാൻസ് കളിച്ച് അവസാനിക്കാറാകുമ്പോഴേക്കും എല്ലാവരും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. ഈ മൂവിയിൽ അഭിനയിച്ച് എല്ലാവരും വന്ന് പിന്നെ നമുക്കൊക്കെ ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി അവർ നിന്ന് തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും പോയി ഫോട്ടോസൊക്കെ എടുത്തു. ഞാനും എടുത്തിട്ടുണ്ടായിരുന്നു ഫോട്ടോസൊക്കെ. അതിനുശേഷം പിന്നെ സാറിൻ്റെ തലേദിവസമോ എപ്പോഴും സാറിൻ്റെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു. അപ്പം എനിക്ക് വിഷയമാണെന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ വിഷയമായിട്ട് ഞാൻ അവിടെ നിന്ന് വരുമ്പോൾ തന്നെ വിഷയമാണെന്നൊക്കെ വിചാരിച്ചിട്ടാണ് വന്നത്. പക്ഷേ എനിക്ക് ടെൻഷൻ കാരണം വിഷയം പറ്റിയില്ല. അങ്ങനെ കുറച്ച് ചേച്ചിമാരൊക്കെ ചേർന്ന് ഗിഫ്റ്റൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഒരുപാട് നേരം നിന്നില്ല, അപ്പം തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ ഇറങ്ങാമെന്ന് വിചാരിച്ചു. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത്ര ടൈം വരെ മെട്രോ ഉള്ളൂ. അത് കഴിഞ്ഞ് മെട്രോ കിട്ടൂല. അത് കഴിഞ്ഞ് ഈ മെട്രോ അടയ്ക്കും. അപ്പം ഇത്ര ടൈമിനുള്ളിൽ നമുക്ക് പോകണമെന്നുണ്ട്. അപ്പം നമുക്ക് കിട്ടിയുള്ള ഗിഫ്റ്റ് ഒരു പർച്ചേസിങ് കാർഡായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് എടുത്തിട്ട് നമുക്ക് അവിടെ പർച്ചേസ് ചെയ്യാനുണ്ടെങ്കിൽ അതൊക്കെ പർച്ചേസ് ചെയ്തിട്ട് നമുക്ക് പോകാൻ പറ്റുള്ളൂ. ഇവിടെ പാലക്കാട് ലുലു മാൾ ഉണ്ടെങ്കിലും ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വരില്ല. അതുകൊണ്ട് ഇവിടെ നിന്ന് തന്നെ നമുക്ക് പർച്ചേസ് ചെയ്ത് പോവാം. എന്തെങ്കിലും ഷോപ്പ് ചെയ്യണമെങ്കിൽ ഷോപ്പ് ചെയ്തിട്ട് പോകാമെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കുറച്ച് ഡ്രസ്സും 2 ഡ്രസ്സും ലിപ്സ്റ്റിക്കൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ നേരെ ഇറങ്ങി. സാറ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാവരും ഓരോരുത്തരായിട്ട് ഇങ്ങനെ ഇറങ്ങി പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും ഇറങ്ങുന്ന കൂട്ടത്തിൽ നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. നേരെ പോയത് ആ ഒരു സാധനങ്ങൾ കുറച്ച് മേടിക്കാനാണ്. നമ്മൾ 2 ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഡ്രസ്സ് മാത്രമേ ഞാൻ വീഡിയോ എടുത്ത് വെച്ചുള്ളൂ. കാര്യം എനിക്ക് അവസാന നേരത്തായിരുന്നു ഞങ്ങൾ വേറെ ഡ്രസ്സ് എടുത്തത്. ഓടിപ്പോയിട്ടായിരുന്നു എടുത്തത്. ഞങ്ങൾ ആദ്യം ഈ ഡ്രസ്സ് എടുത്തു, പിന്നെ ലിപ്സ്റ്റിക്ക് എടുത്തു, പിന്നെ ഒരു ഡ്രസ്സ് എടുക്കാൻ കൂടെ പൈസ ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ അത് എടുത്തിട്ടുണ്ടായിരുന്നു. നമുക്ക് വേറെ ഈ സാധനം മേടിക്കാൻ പറഞ്ഞിട്ട് അവസാന നേരം വരുന്നു. അവസാന നേരത്ത് ഓടിപ്പോയിട്ട് ഞങ്ങൾ എടുത്ത ഡ്രസ്സ് പോലും കാണുന്നുണ്ടായിരുന്നില്ല. അതൊക്കെ കണ്ടുപിടിച്ച് വേഗം കൊടുത്ത് അങ്ങനെ കാണും. പിന്നെ ഞങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അതിൻ്റെ മാത്രം വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ അകചേട്ടൻ ഈ വഴി പോകുന്നുണ്ട് പറഞ്ഞപ്പം ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ വന്ന് കുറച്ച് സംസാരിച്ച് ചേട്ടൻ പോയി. പിന്നെ ഞങ്ങൾ അപ്പം തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതിന് മുന്നായിട്ട് ഞങ്ങൾ ഇവിടെ ചിക്കൻ്റെ എന്തോ സാധനം കഴിച്ചു. പക്ഷേ എനിക്ക് ചിക്കൻ വലിയ താല്പര്യമില്ലായിരുന്നു. പക്ഷേ എനിക്കിത് ഓക്കെ ആയി തോന്നി, കുഴപ്പമില്ല. അതിൻ്റെ പിറ്റേ ദിവസം എനിക്ക് വയറിന് ചെറിയ പണി കിട്ടിയിട്ടുണ്ടായിരുന്നു. എന്നാലും കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇതൊക്കെ കഴിച്ചുകൊണ്ട് പിന്നെ നമ്മൾ വേറെ ഫുഡൊന്നും കഴിക്കാനായിട്ട് നിന്നില്ല. നമ്മൾ നേരെ മെട്രോ കയറി. നമ്മൾ ഇറങ്ങേണ്ട സ്റ്റോപ്പിൻ്റെ അപ്പുറത്തെ സ്റ്റോപ്പിലാണ് അറിയാണ്ട് ഇറങ്ങിപ്പോയത്. അതുകൊണ്ട് പിന്നെയും ഞങ്ങൾ മെട്രോ കയറി ഇപ്പുറത്തെ സ്റ്റോപ്പിൽ വന്ന് ഇറങ്ങി. പിന്നെ നമ്മൾ അവിടെ നിന്ന് ട്രെയിനൊക്കെ വിളിച്ച് പിന്നെ അങ്ങനെ നമ്മൾ വീടെത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മളുടെ വീഡിയോ ഇത്രയുള്ളപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും. ബൈ.